ഇതിനൊക്കെ വിട പറയാം. എന്തായിരുന്നാലും ഏതാനും മണിക്കൂറുകൾക്കകം പാകിസ്ഥാനിലെ ഭീകരരാണ് കാശ്മീരിൽ ആക്രമണം നടത്തിയത് എന്ന് കണ്ടെത്തുക മാത്രമല്ല, ആ ഭീകരരുടെ രേഖാചിത്രങ്ങളടക്കം ഉണ്ടാക്കാനും അവരെ തിരിച്ചറിയാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയുടെ സിസ്റ്റം എത്രമാത്രം സ്പീഡുള്ളതാണ് എന്ന് ആലോചിച്ച് നോക്ക്, എത്ര മികവുറ്റതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് വേദനയുണ്ട്, വല്ലാത്ത വേദന. ഒരുപാട് ആളുകൾ പ്രതികരിച്ച കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണം നമ്മൾ എമ്പുരാനുമായിട്ടാണ് വായിച്ചത്. ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു മൂന്നാമത് എമ്പുരാൻ എന്ന് എടുത്തിട്ട് തീവ്രവാദത്തെ കുറിച്ചുകൂടി വെളുപ്പിക്കുകയെന്ന്. മോഹൻലാൽ അതിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പൃഥ്വിരാജിന് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പൃഥ്വിരാജും തട്ടിവിട്ടു. പൃഥ്വിരാജിനും എന്തെങ്കിലും പറയണമല്ലോ, കാരണം ആളുകൾ നോക്കൂലോ ഇയാൾ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കൂലേ. അതുകൊണ്ട് ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തി ബംഗ്ലാദേശിന്റെ വേദന കാണാത്തവർ, ബംഗാളിലെ മുർഷിദാബാദിലെ ജനത വേദനിക്കപ്പെട്ടത് കാണാത്തവരാണിത് എന്നും കൂടി ഓർക്കണം. നടനും സംവിധായകനുമായ പൃഥ്വിരാജ്, സംഭവം പഹൽഗാമിൽ സംഭവിച്ചതിൽ ഹൃദയം തകർന്നു, ഒപ്പം ദേഷ്യവും. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ലട എന്നാണ് ഒരു യുക്തിവാദിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ ആകാം. ഇതിനുത്തരവാദികളായ ആളുകളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജ് എഴുതിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ രംഗത്ത് വന്നിരുന്നു. ഇവരൊക്കെ സാധാരണ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലാതെ ഇവർക്ക് എന്തെങ്കിലും അമാനുഷികതയുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അവരെന്ത് പറയുന്നു ഈ വിഷയത്തിൽ, ഇവരെന്ത് പറയുന്നു എന്ന് നോക്കുന്നതിനേക്കാളേറെ എനിക്കെന്ത് ഈ വിഷയത്തിൽ പറയാൻ കഴിയും, ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് ജനങ്ങളിലേക്ക് ഇതെത്തിക്കാൻ സാധിക്കുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായിരുന്നാലും അവര് ഹൃദയഭേദകമായ സംഭവങ്ങളാണ് പഹൽഗാമിൽ നടന്നതെന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ധീരരായിട്ടുള്ള ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ ഞങ്ങളുടെ സായുധ സേനയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് മമ്മൂട്ടിയുടെ പോസ്റ്റ്. പഹൽഗാം ഭീകരാക്രമണം തീർത്തും ഹൃദയഭേദകമാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ വാക്കുകളില്ലാതാകുകയാണ്. ദുരിതബാധിതരായിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ആഘാതവും സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. രാജ്യം മുഴുവനും അഗാധമായ ദുഃഖത്തിലാണ്. ദുഃഖത്തിലും ഐക്യദാർഢ്യത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. പിന്നെന്താ, ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ധീരരായിട്ടുള്ള ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ, അങ്ങനെയൊക്കെയാണ് മമ്മൂട്ടിയും പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഏതാണ്ട് എഴുതിയത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഹൃദയം വേദനിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരിതുവരെ ഗാസയിൽ നിന്നും മടങ്ങി വന്നിട്ടില്ല, റാഫയിൽ നിന്നും മടങ്ങി വന്നിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും വളരെ സന്തോഷം. റാഫയിൽ നിന്നും ഇവരുടെ കണ്ണുകൾ ഇനിയും ഓൾ ഐസ് ഓൺ പഹൽഗാമ. അവിടേക്ക് എത്തുമോ? പഹൽഗാമിലേക്ക് എന്തോ എനിക്കറിയില്ല കേട്ടോ. നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത് ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല. ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് നമ്മൾ എത്ര വാക്ക് പറഞ്ഞാലും ശരി, അവരുടെ നഷ്ടം തന്നെയാണ്. ഈ ലോകം മുഴുവനും അവരോടൊപ്പം നിന്നാലും ശരി, അവരുടെ നഷ്ടം നികത്താൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്തു പറഞ്ഞിട്ടാണ് അവരോട് നമ്മൾ ഐക്യപ്പെടുക? എന്ത് വാക്ക് പറഞ്ഞിട്ടാണ് അവരെ നമ്മൾ സമാധാനിപ്പിക്കുക? നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ പബ്ലിക്കായി മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. സൗദി അറേബ്യ പോലെ. വേറെ എന്ത് ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കുക? ജമ്മു കാശ്മീരിൽ നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം തീവ്രവാദ സംഘടനകളെ പിന്തുണച്ച
ഒരുപാട് വിവാദ പരാമർശങ്ങൾ പങ്കുവച്ച ഒരു 31-കാരൻ അറസ്റ്റിലായത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? നൗഷാദ്. മുഹമ്മദ് നൗഷാദ്, അതെ, കണ്ടോ? ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദത്തിന്റെ ആഘാതം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണത്. ജാർഖണ്ഡ് ബാലിദി മില്ലത്ത് നഗർ സ്വദേശിയാണ് ആള്, മുഹമ്മദ് നൗഷാദ്. അയാളുടെ പോസ്റ്റ് കൂടി നമ്മളൊന്ന് കാണണം. താങ്ക് യു പാകിസ്ഥാൻ, താങ്ക് യു ലഷ്കർ-ഇ-തൊയ്ബ. മനസ്സങ്ങ് അവരിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടിക്കുന്നത് പോലെയുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിലാണ് ഇയാള് പാകിസ്ഥാനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ നാട്ടുകാർ മൊത്തം ഇയാളുടെ വീടിന് ചുറ്റും കൂടി. ഇയാളെ വീട്ടിനകത്തിരുന്ന് പാകിസ്ഥാനും ലഷ്കർ-ഇ-തൊയ്ബയ്ക്കും സ്വാഗതമരുളി നന്ദി പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് കയ്യും കാലും ഒന്ന് നൂത്തതാണ്. പിന്നീട് ആ കൈ രണ്ടും വേർപെട്ടില്ല, അതിനു മുമ്പ് വിലങ്ങു വീണു കയ്യിൽ. ആ നിയമമാണ് നമുക്ക് ആവശ്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തില് ഒരു സ്ത്രീയും മകളും ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിനെ ശപിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഉമ്മയും മകളും സന്തോഷത്തോടു കൂടി നമസ്കരിച്ച് റാഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഹമാസിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് തുടിക്കുന്ന ഒരു മനസ്സുമായി നിൽക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് സന്തോഷത്തോടു കൂടി തള്ള വന്ന് വാതിൽ തുറന്ന് എന്നാ പിന്നെ പോകുകയല്ലേ എന്ന്. എന്താ? ഇസ്രായേൽ ആർമി, IDF, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം വന്ന് വണ്ടിയുമായിട്ട് മുമ്പിൽ നിന്നും എടുക്കാനുള്ളതൊക്കെ എടുത്തോളൂ. അയ്യോ, നിങ്ങളിതിപ്പോ എടുത്തോളൂ, കൂടുതൽ ചോദ്യങ്ങളില്ല. എന്താ കാരണം? നിങ്ങളിപ്പോ ഇട്ട പോസ്റ്റ് ഇല്ലേ, ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമം ഇതാ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, മാമിയും മാപ്പിളയും ഉമ്മായും മോളും പിള്ളേരെയും കുട്ടികളെയും ഒക്കെ പറക്കി എടുക്കാവുന്നതൊക്കെ ഒരു കവറിലോ ബാഗിലോ തടിയിൽ കൊള്ളുന്നത് എന്താണോ അതെല്ലാം പറക്കി എടുത്തിട്ട് വണ്ടിയിൽ വന്ന് കയറിക്കോ. കൂടുതൽ സംസാരമില്ല, പ്രവൃത്തിയാണ് മുഖ്യം. അതുകൊണ്ട് കയറിക്കൊള്ളാൻ പറ്റും. ആ നിയമമാണ് നമുക്ക് അനിവാര്യം. ആ നിയമത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരക്കാര് വേണ്ട. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ, നമ്മുടെ രാജ്യത്തിനകത്തിരുന്ന് തന്നെ ചാരപ്രവൃത്തികൾ ചെയ്യുന്ന ഈ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളോട് ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തിയിടത്ത് വെച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നിയമമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. നമ്മുടെ രാജ്യത്തിന് ആ രൂപത്തിലുള്ള നിയമവും